നമ്മുടെ കാര്യക്കാരില്ലാതെ ഇന്നിവിടെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ബിജുകട്ടൻ ചേട്ടാ, പ്രചോദേട്ടാ, അസിസിക്ക. ഹലോ. ഹായ് ഹായ് ഹലോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടികൾ ഉഷാറായിട്ട് തുടങ്ങാം. പൊളിക്കല്ലേ? ആദ്യത്തെ സ്കിറ്റ് പിടിച്ചോ. നമുക്ക് സ്വാഗതം ചെയ്യാം മനു കുമ്പാരി ചേട്ടൻ, ശ്യാം കടക്കാവൂർ ചേട്ടൻ ആൻഡ് സെൽവരാജ് ചേട്ടൻ. വേറെ അയ്യോ ട്രെയിൻ പോയി, അയ്യോ ട്രെയിൻ പോയി, അയ്യോ അയ്യോ ട്രെയിൻ പോയി, അയ്യോ ചെന്നൈ എക്സ്പ്രസ് പോയി, അയ്യോ അയ്യോ ചേട്ടാ ഈ ചെന്നൈ എക്സ്പ്രസ് അടുത്ത സ്റ്റേഷൻ എവിടെ നിർത്തും? മൊത്തം ബംഗാളികൾ. ചായ കളിച്ചെന്താ ചായ ചോദിച്ചു കഴിഞ്ഞാൽ ചായ നേരിട്ടവന്മാർ അതിനകത്ത് മഞ്ഞപ്പൊടി ഇളക്കുന്നവന്മാരാണ്. അടുത്ത് പറയാനാ നിങ്ങൾ ഒറ്റ ഒരുത്തം കാണണം, നിങ്ങൾ ഒറ്റ ഒരുത്തം കാണണം. എന്റെ ചെന്നൈ ട്രെയിൻ പോയി, നിങ്ങളെ ഒറ്റ ഒരുത്തം കാണണം. ഇന്ന് മിണ്ടാതിരിക്കുന്ന കാര്യം നിങ്ങള്. അല്ല നിന്റെ സ്റ്റാൻഡപ്പ് എവിടം വരെ പോകുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്തുവാണ് അതിന്റെ അത് ചെയ്തത്? എടാ ആറ്റിങ്ങൽ പാപ്പച്ചൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, ആ എന്നെ കുറിച്ചാണ് നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്. പോയത് എടാ ചെറുക്ക, നിന്റെ പെണ്ണിന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. ഈ ചെറുക്കൻ പെണ്ണെ കൊണ്ട് നേരെ ഇവിടെ വന്ന് ട്രെയിനും ഈ റെയിൽവേ പ്ലാറ്റ്ഫോമും എല്ലാം കണ്ടപ്പോ ഇവന് കൊണ്ടങ്ങ് കേറി. ഇവരെന്താ ചെയ്തതെന്നറിയാവാ? ആ കൊച്ചിനെ പിടിച്ച് നേരെ ചെന്നൈ മേലിനകത്തോട് കേട്ടിട്ട് ഇവൻ പുറകെ അങ്ങ് ഓടി ചെന്നൈ മേലിൽ വിട്ട് ആ കൊച്ചിനെ കൊണ്ട് അങ്ങോട്ടൊക്കെ പോയി. എനിക്ക് ഞാനാണ് കാരണക്കാരൻ. നിങ്ങളെ ഒറ്റ ഡയറക്ഷൻ കാരണമാണ് ഇതെല്ലാം തെറ്റിപ്പോയത്. ഡയറക്ഷൻ എന്റെ ഡയറക്ഷൻ കാരണമല്ലേ, നിന്റെ വയറിന്റെ ആക്ഷൻ കാരണമാണ് നമ്മള് പോയത്. ഡയറക്ഷൻ ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തപ്പോ വ്യക്തമായിട്ട് കണ്ട്. ഈ കൊച്ച് അതിനകത്ത് നിന്നിട്ട് കൈ കാണിച്ചപ്പോഴത്തേക്ക് നീ പുറകെ ഓടി വന്നാ, നീ ഓടി വരുന്നതിന്റെ ഇടക്ക് നിന്റെ വയറിങ്ങനെ ആടി ആടി അത് വന്ന് മുട്ടയിലിടിച്ചിട്ട് അത് വന്ന് ഉച്ചയിലടിച്ചാ നീ കാണിച്ചു. ഞാനത് കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് ആവശ്യമില്ലാത്ത കാര്യം. എന്റെ വയറിനെ കുറിച്ച് മാത്രം കുറ്റം പറയരുത്, അല്ലെങ്കിൽ എനിക്കിത് വേണം. ഈ തുരുമ്പെടുത്ത ഈ സാധനത്തിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നതിന് എനിക്കിത് വേണം. തുരുമ്പെടുത്ത സാധനം? തുരുമ്പെടുത്ത എടാ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് ഞാൻ, മനസ്സിലായ? നാച്ചുറൽ ലൈറ്റിൽ ഫോട്ടോ എടുക്കുന്നവരാണ് ഞാൻ. നാച്ചുറൽ ലൈറ്റിൽ ഫോട്ടോ എടുക്കുന്നവർ. എന്നാൽ സ്വന്തമായിട്ട് ഫ്ലാഷ് ലൈറ്റിൽ അങ്ങനെ പറയുന്നത് ഒരു ഭയങ്കര സ്റ്റുഡിയോക്കാരായി. സ്റ്റുഡിയോ കുഴപ്പമെന്താ? സ്റ്റുഡിയോയിൽ മഴ പെയ്ത് മിന്നൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു വെട്ടം അതിനകത്ത് പോകും. അല്ലാതെ ആ സ്റ്റുഡിയോ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്റെ സ്റ്റുഡിയോ അങ്ങനെ കുറ്റം പറയാനും ചെയ്തു. എടാ എന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ക്യാമറമാന്മാരായിരുന്നു, മനസ്സിലായോ? പണ്ട് ഒരുപാട് ബ്രിട്ടീഷുകാരുടെ ഫോട്ടോ എടുത്തതാണ് എന്റെ അപ്പനും അപ്പൂപ്പന്മാരും. ഈ ഫോട്ടോ കാരണം അന്ന് യുദ്ധം നടന്നത്, ഈ ഒറ്റ ഫോട്ടോ കാരണം. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ ഞാൻ ചെയ്തത് മാത്രമാണ് കുറ്റം, നീ ചെയ്തത് തെറ്റല്ല. എനിക്ക് എന്റെ ചെറുക്കാ, നീ ഇവിടെ കിടന്ന് അങ്ങോട്ട് ഓടിയല്ലോ. ഈ ഓടുന്നതിന്റെ വഴിക്ക് നീ ആരെയൊക്കെ ഇവിടെ ഇടിച്ചു തെറിപ്പിച്ച് താഴത്തിട്ടേന്ന് അറിയാവാ? ആ ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്ന ആള് പുള്ളിക്കാരൻ ആ ട്രെയിനിൽ പോകണ്ട, പുള്ളി അവർ ഇടിച്ചു തെറിപ്പിച്ച് താഴത്തിട്ട്. അതിന്റെ കേസ് എന്താവും ദൈവത്തിന് അറിയാം. ആ പെറ്റി ഞാനേ, ആ പെറ്റി പൈസ ഞാനേ അയച്ചു തന്നേക്ക്. സാറേ ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്. ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലെന്ന്. അതല്ല സാറേ, പിന്നെ ഞാൻ ഈ കടയിൽ നിന്ന് ഈ പൊരിപ്പലഹാരങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് എന്റെ ശരീരത്ത് മൊത്തം കൊളസ്ട്രോൾ ആണ് സാറേ. ഞാൻ മൂത്രം ഒഴിക്കാൻ നേരത്തെ എണ്ണയാണ് സാറേ വരുന്നത്. അത് തന്നെയല്ല, ഞാൻ രാവിലെ ഈ ചായക്കകത്ത് നല്ലപോലെ പഞ്ചസാര ഇട്ടൊക്കെ കുടിക്കും. അതുകൊണ്ട് എന്റെ ശരീരത്ത് മൊത്തം ഷുഗറാണ് സാർ. ചോറിനകത്ത് ഞാൻ നല്ലപോലെ ഉപ്പിട്ട് കഴിക്കും. എനിക്ക് BP ആണ് സാർ, BP. ഈ നമ്മുടെ അരിയാഹാരേ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു 2 മണിക്കൂർ ഓടുകയോ ചാടുകയോ അങ്ങനെ ശരീരം വിയർക്കുന്ന എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്യണം. ഒരു 15 ദിവസം കഴിഞ്ഞിട്ടേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് എന്നെ കൊണ്ട് കാണിക്കണം കേട്ടോ. ഡോക്ടറല്ലേ കാണിക്കട്ടെ? അപ്പൊ നിനക്കറിയാം, നീ കണ്ട പാപ്പ മൊത്തം വാരി തന്നിട്ട് നീ എന്തിനാ എന്റെ തോളി വന്ന് കാണാം? ഇത് എന്റെ അടുത്തൊന്ന് പറയേണ്ട കാര്യം എന്തോന്നു? അത് മേടിച്ചെന്ന് ഇത് മേടിച്ചെന്ന് അല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യം പറയാം സാറേ. ഇത് ഇവന്റെ കല്യാണമാണ് ഈ വരുന്ന 24-ാം തീയതി. അപ്പൊ ഈ പെണ്ണിനെയും കൊണ്ട് ഇവിടെ വന്നൊരു സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ പെണ്ണിപ്പോ വേറെ വഴി പറഞ്ഞു കൊറേ. നിങ്ങൾക്ക് ഇവിടെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് എന്താ ഇത്ര കാര്യം? അല്ല വേറൊന്നുമല്ല സാറേ, 24-ാം തീയതി എന്റെ കല്യാണമല്ലോ. അപ്പൊ എനിക്ക് അവർക്ക് നാളൊരു സമയത്തിന് 2 മക്കളുണ്ടാവും. അപ്പൊ ഈ മക്കളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പേരെന്തായിരുന്നു? മനു കെ ഉത്തമൻ. മനു കെ ഉത്തമൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആലപ്പുഴ വെള്ളം കയറി എന്ന് വിചാരിച്ച് തിരുവനന്തപുരത്ത് ബസ്സിരിക്കുന്ന നിങ്ങൾ നിക്കർ ഒരു തലയിടേണ്ട കാര്യമുണ്ടോ? അതിന് സമയമില്ലേ? ചെയ്യേണ്ട കാര്യം എന്തോ? ഒരു മനുഷ്യൻ ആലപ്പുഴ വെള്ളം കയറിയ ആരോട് പറയാൻ തോറ്റ് തൊപ്പിയിട്ട് നിൽക്കണം. എന്റെ IV ശശി എന്തോ കാണിക്കുന്നത്? അല്ല സാറേ വേറൊന്നുമല്ലോ സാറേ, എന്റെ അച്ഛൻ ചെന്നൈയിൽ വണ്ടിയിൽ പോയി സാറേ. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് വിളിച്ചോണ്ട് വരണം സാറേ. സാറിന് ചെന്നൈയിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ സാറേ? ചെന്നൈയിൽ എനിക്ക് ഇപ്പൊ പരിചയമുള്ളതെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ മെനഞ്ഞാന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. എടാ
ബാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ചെന്ന് പെണ്ണിന് ചോദിക്കില്ലേ പെടലിക്ക് അടിച്ചു എടാ ചെക്കാ, എടാ ഇതാണ് നീ പറഞ്ഞോണ്ടിരുന്നത്. എടാ ചെന്നൈ പരിചയമുള്ള പുള്ളിയോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? തമിഴ്നാട്ടിൽ എനിക്ക് പരിചയമുള്ള നല്ല വീട്ടിക്കൊരു കൗണ്ടർ ഉണ്ട്. എന്നാ പിന്നെ അത് ആദ്യമേ അങ്ങ് അടിച്ചുകൂടായിരുന്ന ലേറ്റാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അയ്യോ അതല്ലത്. പിന്നെ തമിഴ്നാട്ടിൽ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ആ. മുതുമലൈ മരുത്. മുതുകിലും മരുന്ന് വെച്ചത് ആര്? മുതുകിലും മരുന്നതല്ല, പിന്നെ? മുതുമലൈ മരുത്. ആ. മരുത് ഞാനും എന്ന് പറഞ്ഞ ഈ മരുതെന്ന് പറഞ്ഞ ആരാന്ന് അറിയാവാ? ഇത് എനിക്കറിയാവുന്ന എങ്ങനെ ഞാൻ ആരെങ്കിലും എന്റെ അടുത്ത് നോക്കേണ്ട കാര്യം എന്തോന്ന്? അതല്ല ഈ അല്ലാതെ പുള്ളിയെടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. മരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ. മരുന്നിന് അവിടെ ഈ കോൺട്രാക്ടറിന്റെ പരിപാടിയാണ്, മനസ്സിലായ? അപ്പൊ ഒരു ചെറിയൊരു വഴി ഉണ്ടായിരുന്നു, അത് വലുതാക്കാൻ വേണ്ടി അവനിങ്ങനെ അത് ഏത് വഴിയാണ്? ഈ റോഡ് എന്ന് പറഞ്ഞ വഴി എങ്ങനെയെങ്കിലും ഒന്ന് വലുതാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഈ വളി എന്നാണല്ലോ പറയുന്നത്. എന്നോട് ഇങ്ങനെ പറയും അന്ന വളി എങ്ങനെയെങ്കിലും ഒന്ന് വലുതാക്കി തരണമേ, ഞാനാകെ കഷ്ടപ്പാടിലാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനാണ് ഐഡിയ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടെന്താ തമിഴ്നാട് സർക്കാർ എനിക്കാണ് അവാർഡ്, അത് എനിക്ക് ആ വഴി വലുതാക്കി കൊടുത്തേ. ഒരു മനുഷ്യര് ഏതെല്ലാം വിധത്തിന് അവാർഡ് മേടിക്കുന്നല്ലേ, വളി വലുതാക്കി ഒരു അവാർഡ് മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കാര്യം തമിഴ്നാട്ടിൽ നിന്നൊക്കെ അല്ലേ? അല്ല സാറേ, എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ അശ്വതി തിരിച്ചു വിളിച്ചോണ്ട് വരണം സാർ. എനിക്ക് അടുത്ത ജീവനാണ് സാറേ. നീ ജീവനാന്ന് പറയുന്ന പേരെന്താ പറഞ്ഞേ? മനുക്കെ ഉത്തമ. നിങ്ങൾ തമ്മിൽ എന്താ ഈ അത്രയ്ക്കുള്ള ഇഷ്ടം വരാൻ കാരണം? ഇഷ്ടം വരാൻ കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ശാർക്കര അമ്പലത്തിൽ വെച്ചാണ്. എന്റെ ദൈവമേ, ശാർക്കര അമ്പലം എന്നാ ഉത്സവം എന്നറിയാമോ? 10 ദിവസത്തെ ഉത്സവം, അടിപൊളി കലാപരിപാടികൾ. സാർ അവിടെ ഒന്ന് വരണം, കിട്ടില്ല അമ്പലം. സാർ അങ്ങനെ സദ്യ വിളമ്പാൻ വന്ന സദ്യയിലെത്തി വന്ന എന്റെ സാറേ, ശാർക്കര അമ്പലത്തിലെ സദ്യ ഒരു ഇല അങ്ങോട്ട് ഇട്ട് കഴി വളർത്തുണ്ടെങ്കിൽ 19 കൂട്ട കറിയൊക്കെ വിളമ്പും. വള്ള സദ്യ വീട്ടിൽ വള്ള സദ്യക്കാട്ടിൽ കിട്ടുന്ന സദ്യ അടിപൊളി സദ്യയല്ലേ? പിന്നെ എനിക്കറിയാവുന്ന കാര്യമാണ് ഇത്. അച്ചാറ് വിളമ്പിപ്പോ എന്റെ ഒരു നോട്ടം നോക്കി. എന്റെ സാറേ, ശാർക്കര അമ്പലത്തിലെ മാങ്ങാച്ചാറ്, ആ കടുക് മാങ്ങ അച്ചാർ ഇങ്ങനെ എടുത്തിട്ട് ആ കടുക് മാങ്ങയും ആ കറിവേപ്പില എങ്ങോട്ട് എടുത്ത് ഇങ്ങനെ വായിക്കാത്തോട്ട് വെക്കാത്തത് എന്നാ ടേസ്റ്റാന്നറിയാമോ? സാറേ, സാമ്പാറും തൊട്ടി കൊണ്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ദൈവമേ, ശാർക്കര അമ്പലത്തിലെ സാമ്പാർ എല്ലാ സാമ്പാറാണെന്നറിയാമോ? ഈ നീളത്തിലുള്ള കഷ്ണങ്ങളാണ് എടുത്തത്. അതിൽ ആ മത്തക്കയുടെ കഷ്ണം എടുത്ത് ചോറിനകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് കുഴച്ച് വായിക്കാത്തോട്ട് വെച്ച് തിന്നാ എന്നാ ടേസ്റ്റാന്നറിയാമോ? അല്ല സാറേ, സാറെന്താ സാറേ അവിടെ പോയിരിക്കണം? ഞാൻ എന്ത് നീ ഓരോന്ന് വിളമ്പി കൊടുക്കുന്ന അവൻ തിന്നുന്നു, ഞാൻ പിന്നെ അതിൽ എന്തോ പറയാ. ഒരു കാര്യം സാറേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി താ സാറേ. പെണ്ണെ വിളിച്ചോണ്ട് സാറേ, എനിക്ക് ജീവനാണ് എന്റെ പെണ്ണ്. എനിക്ക് അത്ര ഞാൻ സ്നേഹിച്ചത് പിന്നെ പെണ്ണ്. ഇനിയിപ്പൊ പെണ്ണിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവം എന്താണെന്നറിയാമോ? സംഭവം ഇവൻ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ നിന്നപ്പോ സംഭവിച്ചെന്ന് പറഞ്ഞാ ദിൽവാനിയ ദുൽഹനിയ ലേ ജായേംഗെ. അതെന്താ സംഭവം? അതായത് ഇവന് മറ്റേ ഷാറൂഖ് ഖാന്റെ ഒരു സംഭവം ഉണ്ടല്ലോ. ഷാറൂഖ് ഖാൻ ഇങ്ങനെ മറ്റേ പെണ്ണ് ഇങ്ങനെ കാജൽ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ഷാറൂഖ് ഖാൻ ഓടി വരുന്നു, മറ്റേ പെണ്ണ് ഓടി വരുന്നു, സംഭവം പിടിച്ചു കേട്ടത്തില്ല. ഇവൻ ഇത് തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിനെ പിടിച്ച് ട്രെയിനകത്ത് ഇട്ടിട്ട് ഇവൻ പേരെ പുറകെ ഓടി വരുന്നതായിട്ട് അതാണ് സംഭവിച്ചത്. നിങ്ങൾ ഇതൊക്കെ ഈ റൂട്ട് മാറ്റിയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യേണ്ട കാര്യം എന്തോ? അല്ലാതെ അത് നമ്മൾ അതേ കണക്ക് ഒപ്പിയെടുത്ത് ചെയ്തു കഴിഞ്ഞാല് യഥാർത്ഥ ഷാരൂഖ് ഖാൻ ഏത് ഞാൻ ഏതെന്നാ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഉണ്ട്. ഈ പെങ്കൊച്ച് എവിടെന്ന് പറഞ്ഞ സ്ഥലം? അണ്ടിപ്പള്ളിക്കാവ്. ഈ ഷാരൂഖ് ഖാൻ ഞാൻ ഒരേ മീറ്റർ ആയതുകൊണ്ടേ പിടിക്കാൻ പറ്റില്ല. അവിടെ വസ്തുവിനൊക്കെ എങ്ങനെ വില? 2.5 ലക്ഷം രൂപ, ഭയങ്കര വില. 2 ലക്ഷം രൂപ. ഈ ഷാരൂഖ് ഖാനും ഞാനും ബന്ധുക്കളാണ്. ബന്ധുക്കളാണ്. എന്റെ അപ്പയുടെ മോനായിട്ട് വരും. ആണല്ലേ? 2 ലക്ഷം രൂപയല്ലേ വസ്തുവിന്റെ വില? അതെ. വെറും 250 രൂപ കിട്ടും ഈ സാധനം അങ്ങ് ചെല്ലും. 250 രൂപ ഉറപ്പിക്കാൻ നമുക്ക് സത്യം. ആരാണ് ഇതൊക്കെ ചെയ്തു വെച്ചതെന്ന് അറിയാൻ വയ്യല്ലോ. ഇതൊക്കെ പറയാനാണെന്ന് പറ സാറേ, ഇവന്റെ വയറാണ് ഇതിന് മൊത്തം കാരണം. ഈ വയറ് കാരണമാണ് ട്രെയിനകത്ത് കയറാൻ പറ്റുക. ഈ നശിച്ച വയറ് കാരണമാണ് എന്റെ പെണ്ണ് എനിക്ക് നഷ്ടമായത്. സാറേ, ഈ വയറ് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ സാറേ? നീ ഒരു PVC പൈപ്പ് എടുത്തിട്ട് അതിൽ കയറി ഇറങ്ങണം. അതേ അല്ല, നിന്റെ വയർ എങ്ങനെ കുറയ്ക്കാനാണ് സാറേ? അങ്ങനെയല്ല സാറേ, എനിക്ക് എന്റെ പെണ്ണ് എങ്ങനെയും കൊണ്ടുപോയി ഐഡിയ പറഞ്ഞതാ സാറേ. നിങ്ങൾ ഇപ്പൊ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇവന്റെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുവന്ന് ഞാനാണ് ഇവിടുത്തെ തെറ്റുകാരൻ. അല്ല, നിങ്ങളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പിന്നെ അല്ല, ആ രണ്ടുപേരും പൈസ അടച്ചിട്ട് പോയാൽ മതി. പൈസ അടച്ചിട്ട് എനിക്ക് അങ്ങനെ പൈസ അടക്കാൻ എനിക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇതിലേ ഞാൻ നല്ല ഒന്നാം തരം ഡയറക്ടർ ആകാൻ പോണാണ്. ഞാനൊരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്ന ആളാണ്. സിനിമ സംവിധായകൻ? സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. ഏത് സിനിമ? ഞങ്ങളും മനുഷ്യരാണ്, വീട്ടിലും പടം. എന്റെ കഥ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്താ കഥ? ചെറുതോണി എന്ന് പറയുന്ന ഒരു വലിയ ഡാം, ചെറുതോണി ഒരു ഉൾനാടൻ പ്രദേശമാണ്. ഗ്രാമപ്രദേശം. ഈ ഗ്രാമപ്രദേശത്ത് ഗർഭിണിയായ ഒരു പെണ്ണ്. ഈ പെണ്ണിന്റെ ഭർത്താവാണ് എന്റെ കഥാനായകൻ വല്ലഭൻ. അപ്പൊ ഈ ഗർഭം ഈ വേദന ഇങ്ങനെ കൂടിയിട്ട് പാതി രാത്രി ആയപ്പോഴത്തേക്ക് ഒരു വള്ളത്തിന്റെ തോണിയിലോട്ട് നേരെ ഈ കഥാനായകൻ വല്ലഭൻ ഭാര്യയും കൊണ്ടങ്ങ് ചെല്ലുക. അവിടെ ചെന്നപ്പോഴത്തേക്ക് വള്ളക്കാരൻ പങ്കായി എടുത്തോണ്ടങ്ങ് പോയി. വല്ലഭൻ എന്ത് ചെയ്ത് അവിടുന്ന് ഒരു പുല്ല് പറിച്ച് നേരെ വള്ളം തുഴയാൻ. ഒരു പുല്ലൊക്കെ പറിച്ച് വള്ളം തുഴയാൻ പറ്റൂ? നമ്മുടെ കഥയുടെ നായകന്റെ ഒരു വല്ലഭൻ എന്താണ്? വല്ലഭനും പുല്ലും ആയുധം, മനസ്സിലായി? അതുകൊണ്ട് വല്ലഭൻ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇടിയും പേമാരിയും മഴയും അങ്ങ് വരുവാൻ. അന്തരീക്ഷം ആകെ മാറുന്നു. ഈ സമയത്ത് ഒരു ചുഴി അവിടെ പ്രത്യക്ഷപ്പെട്ട് അതിനകത്ത് ഫെർണാണ്ടിക് സായിപ്പ് പ്രത്യക്ഷപ്പെടും. ഫെർണാണ്ടിക് സായിപ്പ്
കോവളത്ത് കുളിച്ചോണ്ടിരുന്നതാണ്. അവിടുന്ന് ഒഴുക്കിപ്പെട്ട് ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് സായിപ്പിന് കേറെ തോർത്തില്ല. അങ്ങനെ നമ്മുടെ നായകൻ എന്ത് ചെയ്തു? ഉടുത്തിരുന്ന തോർത്ത് നേരെ സായിപ്പിന് കൊടുത്തു. സായിപ്പിന് നേരെ വള്ളത്തിലോട്ട് പിടിച്ചൊക്കെ കയറ്റി. വള്ളത്തിൽ കയറാൻ നേരത്തല്ലേ ടിസ്റ്റ്. ഈ സായിപ്പ് ആരാണെന്ന് അറിയാവോ? ഗൈനക്കോളജിസ്റ്റ് ഫെർണാണ്ടസ് സായിപ്പ്, ഡോക്ടർ. ആ വള്ളത്തിൽ വെച്ച് തന്നെ പ്രസവം എടുക്കുന്നു. അവിടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു, ഞങ്ങളും മനുഷ്യരാണ്. സാറ് കാര്യം മനസ്സിലാക്കണം, ഞങ്ങളും മനുഷ്യരാണ് സാറേ. കേട്ടാ സാറേ ഈ സാറിനെ കൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റും സാർ. എങ്ങനെയാണ് ചെന്നൈയിൽ നിന്ന് അടുത്ത വണ്ടി വിട്ടു? എന്തിനാടാ മുതുമല മരുന്ന് ഇവിടെ ഉണ്ടാ? എടാ അവൾ അവിടെ ചെല്ലാൻ നേരത്ത് മുതുമല മരുന്നില്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ശരിയാ, മരുന്ന് അവിടെ ഉണ്ട്. എന്റെ മരുന്നുണ്ടേ എവിടെ? പിന്നെ നിങ്ങൾ വിളിച്ച പറ, മരുന്നിനെ വിളിച്ചോ. എന്റെ പെണ്ണ് അങ്ങോട്ട് വരുന്ന അശ്വതി വരുന്ന പറയാം. വിളിച്ചു പറയാൻ എന്റെ നമ്പർ ഇല്ല. ഇല്ല. അല്ല പിന്നെ എങ്ങനെ മരുന്ന് എങ്ങനെ മനസ്സിലാക്കും? അശ്വതി അവിടെ ചെല്ലുന്നുണ്ട്. അപ്പൊ അശ്വതി കാണുമല്ലോ മരുന്ന്. കാണും. പിന്നത്തെ പ്രശ്നം അല്ല, അശ്വതിക്ക് മരുന്നിനെ അറിയണ്ടേ? എടാ മരുന്ന് അവിടെ ഉണ്ടല്ലോ, പിന്നെന്താണ് പ്രശ്നം? അല്ല നീ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് പറഞ്ഞല്ലോ മരുന്നെന്ന് പറഞ്ഞ കൗണ്ടർ അവിടെ ഉണ്ട്. അപ്പൊ ഈ അശ്വതിയെ കൗണ്ടറിന് അറിഞ്ഞൂടല്ലോ. അശ്വതി അവിടെ ചെല്ലാൻ നേരത്ത് മരുന്നിനെ കാണുമല്ലോ. അപ്പൊ മരുന്നും അശ്വതിയും തമ്മിൽ പരിചയപ്പെടുമല്ലോ. ഇപ്പൊ ഈ മരുന്ന് കൗണ്ടർ അവിടെ ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ. ആനക്കല്ല അവിടെ നിൽക്കട്ടെ. ഇതിന് കഷ്ടമാണ് സാറേ. പെറ്റി നമ്മൾ അടയ്ക്കാം സാറേ. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മളെ ഒഴിവാക്കി തരാൻ വേണ്ടി എനിക്ക് അങ്ങ് പോകാൻ വേണ്ടി. പെറ്റി എത്ര രൂപ പെറ്റി? 23,400 രൂപ. 3,400 രൂപ. ഒരു സെക്കൻഡ്, ഒരു കോൾ. മരുതായി നീ എക്കടാ? എടാ എന്റെ നമ്പറിലെ உங்களுக்கு നമ്പർ ഇരിക്കല്ലേ? അശ്വതി പാത്താച്ച 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 അശ്വതി പാത്താച്ച 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 അന്ത പൊണ്ണ്. പിന്നെ ഇവിടുത്തെ ഒരു വലിയ ഒരുത്തന്റെ മണുക്ക ഉത്തമന്റെ പൊണ്ടാട്ടി ആകാൻ പോകണ ആകറേ. അന്ത ആളറെ അവിടെ പിടിച്ചു നിൽക്കുന്നില്ലെന്ന്, പോകുവാന്ന്, കല്യാണം വേണ്ടെന്ന്. എന്താ സംഭവം? എന്താ അയ്യ അല്ല അങ്ങനെ പറയുന്നു. അയ്യ ചാലോ അതിനെ കൊച്ചു മരുന്നേ ഞാൻ പറയുന്നു. അല്ല എന്താ പറ്റി? അവക്ക് നിന്നോട് സംസാരിക്കേ വേണ്ടത്. എടാ കേവലം ഒരു ട്രെയിനിന്റെ പുറകെ ഓടിപ്പോയി നിനക്ക് ആ ട്രെയിനകത്ത് പോലും കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം ആ കൊച്ചു നിന്റെ പുറകെ ഓടേണ്ടി വരും. അതിലും ഭേദം ട്രെയിനിൽ വരുന്ന ഏതെങ്കിലും ഒരു ബംഗാളി കെട്ടി ജീവിക്കുന്നതല്ലേ. അതുകൊണ്ട് ആ കൊച്ചു കല്യാണം കഴിക്കുന്നില്ല, മര്യാദക്ക് സുഖമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്യും സാറേ? ഇനിയിപ്പോ ഒന്നുമില്ല, വന്ദേ ഭാരത്. വന്ദേ ഭാരതാ? അതെ, 2:30 നേരെ കാശിക്ക് വിട്ടോ. ചേട്ടന്മാരെ അടിപൊളി. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. പ്രചോദേട്ടാ. സെൽവ, ചേട്ടാ, മനു, ശ്യാമ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളും മനുഷ്യന്മാരാണ്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കൈഡ് തരുന്നത് എല്ലാം നല്ല ഫ്രഷ് കൗണ്ടറുകളായിരുന്നു കേട്ടോ. ഒരെണ്ണം പോലും പഴയതില്ല എന്നൊരു കാര്യത്തിന് ആദ്യം തന്നെ കൈഡ് തരാണ്. 3 പേരും അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. കാര്യം മനുവും ശ്യാമും എന്നുള്ളൊരു കോമ്പിനേഷൻ പരിപാടി. ഞാൻ മനുവിനെ എടുത്തു പറയാം കേട്ടോ. മനു ഒരു സീസൺഡ് കിടിലം ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ് കേട്ടോ. അല്ല സത്യമായിട്ടും. കാരണം നമ്മൾ മനുവിൻ്റെ ഒരു വളർച്ച ഈ ഫ്ലോറിൽ നമ്മൾ കണ്ടു തുടങ്ങിയത് ഇടയ്ക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും. ചില കാര്യം എൻട്രി ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ വളരെ ലേറ്റായിട്ട് വന്ന് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴേക്കാണ് മനു വന്നത്. പക്ഷേ നമ്മുടെ സെൽവൻ്റെയും ശ്യാമിൻ്റെയും കൂടെ കൂടിയ പിന്നെ സത്യം പറയാം മനു ഒരു കിഡിലൻ ആർട്ടിസ്റ്റായി മാറിയിട്ടുണ്ടെന്നുള്ളത് അതിന് ആദ്യം കൈഡ് തരും. പിന്നെ ശ്യാമെ വന്നു തുടങ്ങി. ശരിയാണ്, നമ്മുടെ ഒരു കഥ നല്ല രസമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. കാര്യം ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ചെന്നൈ എക്സ്പ്രസ് പോയി ചോദിക്കുമ്പം ആരോട് ചോദിക്കുക, എല്ലാം ബംഗാളികളാണ് എന്ന് പറഞ്ഞ് തുടങ്ങണം തൊട്ടുള്ള കാര്യങ്ങളുണ്ട്. ചിരിച്ചു ഒരു കാര്യമുണ്ട്. കാര്യം നിങ്ങൾ ഈ ശർക്കര അമ്പലത്തിലെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ് സെലോ മാറിയെന്ന് പറഞ്ഞ് നീ വിളമ്പി കൊടുക്കുന്നു അവൻ തിന്നുന്നു, പിന്നെ ഞാനെന്ത് ചെയ്യാനാ. എല്ലാത്തിനും ഭയങ്കര ഫാസ്റ്റായിരുന്നു. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു, നല്ല ലൈഫായിട്ട് കളിച്ചൊരു സ്കിറ്റാണ്. 3 പേർക്കും കൺഗ്രാറ്റ്സ്, അടിപൊളി. സൂപ്പർ, താങ്ക് യു ചേട്ടാ. ഈ വല്ലവന് പുല്ലും ആയുധം എന്ന് പറയുന്ന സംഭവം, പ്രത്യേകിച്ച് നിങ്ങളുടെ ടീമിന് ഒരു ചെറിയ കണ്ടന്റ് എന്നാൽ മതി, അത് ഗംഭീരമാക്കി നിങ്ങളത്. ഞാൻ ഇവിടെ വന്ന ഉടനെ എൻ്റെ അടുത്ത് അർജുൻ ചോദിച്ചു, ആ സ്കിറ്റ് കാണാറുണ്ടോ? ഞാൻ സെൽവരാജിന്റെ സ്കിറ്റ് കാണാറുണ്ട്. സെൽവ നിന്റെ പേഴ്സണായിട്ട് മുമ്പേ ഭയങ്കര ഇഷ്ടമാണ്. അതിലുപരി ഭയങ്കര ഗംഭീര ആർട്ടിസ്റ്റുകളായി മാറിയിരിക്കണം. മനു നീ ഒരു രക്ഷയില്ല. ഈ കഥ പറഞ്ഞ് ഒപ്പിക്കാൻ മനുവിനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ഇന്നൊരു സത്യം കാരണം കൈ നിൽക്ക്. നമ്മളൊക്കെ ചില കഥ പറഞ്ഞു പോയാൽ പകുതി വെച്ച് കൈവിട്ട് പോകുമ്പോൾ നമുക്ക് തല പെരുപ്പ് വരും, ഇത് ചിരിക്കോ ഇല്ലയോ എന്നുള്ളൊരു സ്ഥലം. പക്ഷെ മനു അങ്ങനെയല്ല, ചിരിച്ചാലും ഇല്ലെങ്കിലും മനു അതങ്ങ് പറയും, അത് ഉറപ്പായിട്ട് അങ്ങ് പറഞ്ഞിരിക്കും. പിന്നെ ശ്യാമേ ഭയങ്കര ക്യൂട്ടടാ നിന്റെ ആക്ടിങ്, ഭയങ്കര രസമാണ് നിന്റെ ആക്ടിങ്, ഭയങ്കര രസമാണ്. ഇത് നമ്മുടെ സിനിമയിൽ നമ്മളെ അനീഫിക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനങ്ങളല്ലേ, ഭയങ്കര ക്യൂട്ട്നെസ് ആണ് നിന്റെ ആക്ടിങ്. നിങ്ങളെല്ലാവരും 3 പേരും ഗംഭീരായിരിക്കുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട ടീമാണ്. ഓൾ ദ വെരി ബെസ്റ്റ്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. കാരണം ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും ഒരേ ലെവലിൽ, അതായത് 3 പേർക്കും അവതരിപ്പിക്കാൻ നല്ല തമാശകൾ ഉണ്ടായിരുന്നു.
അത് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം ഒരാൾ നിന്ന് കളിക്കുന്ന സ്കിറ്റുകൾ നിങ്ങൾ ഏൽപ്പിക്കാറുണ്ട്. ഇവിടെ സിൽവറൊക്കെ അടിച്ചിട്ടുണ്ട്, അതിന് മുകളിൽ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും ഒരു സുഖം ഉണ്ടാവും. ഭയങ്കര രസമായിരുന്നു അത്. കാരണം ഓരോ ആൾക്കാരിൽ നിന്നും ഓരോരോ കോമഡികൾ നമുക്ക് കിട്ടും. ആ ഷാരൂഖ് ഖാനുമായിട്ടുള്ള ബന്ധം പറച്ചിലുണ്ടല്ലോ, നീ ഷാറൂഖ് ഖാനേക്കാളും ഞങ്ങൾ ഒരേ മീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗ് എന്താണ് വിറപ്പിച്ചിട്ടുള്ള വെർബല് ഞങ്ങൾ സ്വന്തക്കാരാണ്. അയ്യോ അത് രക്ഷയില്ല കേട്ടാ. അവസാനത്തെ ക്ലൈമാക്സ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് പറ്റിയ ക്ലൈമാക്സ്. സാധാരണ ക്ലൈമാക്സിൽ നമ്മൾ ഓടി ഒളിക്കാറൊക്കെ ഉള്ളത്, പക്ഷെ ക്ലൈമാക്സ് കൊണ്ടുവന്നാൽ അത് കിടിലൻ സാധനമായിട്ടാണ് വരാറുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിലും ആപ്റ്റ് ആയുള്ള നല്ല കറക്റ്റ് ആയിരുന്നു. ബാക്കി തമാശകൾ പൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. 3 പേരും അടിപൊളി, സൂപ്പർ സൂപ്പർ. കമന്റ്സ് കേട്ട സ്ഥിതിക്ക് നമുക്കിനി നേരെ മാർക്സ് എത്രയാണെന്ന് അറിയാം. സ്റ്റാർട്ടിംഗ് വിത്ത് അസീസിക്ക 19. ഓക്കെ, 19,000 രൂപ. അടുത്തതായിട്ട് ബിജുക്കുട്ട ചേട്ടാ? ഞാനൊരു 18,000 രൂപ. 18,000. അപ്പോൾ 19 + 18 37,000 രൂപയായിട്ടുണ്ട് ഇപ്പൊ മൊത്തം. ഇനി ബാക്കി നമുക്കറിയാം. പ്രചോദേട്ടാ? അപ്പം ഞാനും കുറയ്ക്കുന്നില്ല. ഈ പറയുന്ന ക്ലൈമാക്സിനൂടെ ചേർത്ത് ഇതാ പിടിച്ചു, വന്ദേ ഭാരത് ഉൾപ്പെടെ വെച്ചു. വീണ്ടും ഒരു സിൽവർ പഞ്ച്. എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? അടിപൊളി. ഇതാണ് എപ്പോഴും സെൽവം ബാക്കിലേക്ക് നോക്കിട്ടില്ലെന്ന് തോന്നുന്നു. 80,000 രൂപയാണ്. സിൽവർ പഞ്ചാണ്. സെൽവന് ക്യാമറ ഓൺ ചെയ്യണം, ആക്ഷനും പറയണം, അല്ലെങ്കിൽ ആളിയാൻ വേറെ പോക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് നിർത്തി കളയും. സെൽവരോട് ഉദ്ഘാടനത്തിന് മുമ്പ് എന്തൊക്കെയാ സംസാരിക്കുന്നത്? ആ ഉദ്ഘാടന വേദി ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. സെൽവൻ ഇവിടെ അങ്ങനെ സംസാരിക്കാറില്ല. ഉദ്ഘാടനത്തിന് മുമ്പ് എന്തൊക്കെയാ സംസാരിക്കുന്നത്? സംസാരിക്കാറുണ്ട് കേട്ടാ. ഉണ്ടോ? ഉദ്ഘാടനത്തിന് പോകുമ്പോ അവിടെയുള്ള കാര്യങ്ങളും പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയും. അല്ല, നമ്മളെ ആവശ്യമില്ലാതെ എന്തിനാ സംസാരിക്കണല്ലേ? തട്ടേ കയറുമ്പോ നമ്മളെ മട്ട് മാറും. ഇത്രേ ഉള്ളൂ. അതങ്ങനെ വാഴ എന്ന സിനിമ, വാഴ 2 അടിപൊളി. ഗംഭീരം. മനു, ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞ സെൽവനും അതുപോലെ തന്നെ ശ്രാവണനും രണ്ടുപേരും കൂടെ കളിക്കാൻ തന്നെ നല്ല രസമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയാൻ നേരത്ത് അത് കറക്റ്റായിട്ട് തിരിച്ചു പറയുകയും നല്ലൊരു മൈൻഡാണ്. ടീമാണ് കേട്ടോ. നമുക്ക് നല്ല സപ്പോർട്ടുവാ. അടിപൊളി. അപ്പൊ ഒരുപാടധികം പഞ്ചസ് നേടാനായിട്ട് ഇനി സാധിക്കട്ടെ. വൺസ് അഗൈൻ 80,000 രൂപയുടെ സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറുടെ വേദിയിൽ അടുത്തതായി ഒരു മാസ് ടീമാണ് സ്കിറ്റ് അവതരിപ്പിക്കാനായി വരുന്നത്. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മനോജ് വലംചുഴി, സുമി ആൻഡ് അജേഷ് റാണി. പെട്ടെന്ന് വിളിക്കാം. വേറെ ഈ ഇരിക്കുന്നത് പുളിഞ്ചോട്ടിൽ ശാന്തപ്പൻ. ഇത് അവന്റെ പെങ്ങൾ പുളിഞ്ചോട്ടിൽ ശാന്തി. ഞാൻ ഇവരുടെ അമ്മാവൻ ബലൂൺ. അയ്യോ, അമ്മാവൻ ബലൂൺ അല്ല, അമ്മാവൻ ബാലൻ. നിങ്ങൾ വിചാരിക്കും ഇതെന്റെ ഫസ്റ്റ് എൻട്രി ആണെന്ന്. അല്ല, ഫസ്റ്റിലെ ഒരു മാലപ്പടക്കവും ഒരു ബോംബും പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടായിരുന്നോ? കേട്ടു. ബോംബ് പൊട്ടിയതല്ല. ഈ നിൽക്കുന്ന എന്റെ പൊന്നനന്തരവൾ എന്നെ തൊഴിച്ചെറിഞ്ഞ സൗണ്ടാ നിങ്ങളാ കേട്ടോ. 50 മീറ്റർ അപ്പുറത്തുനിന്ന് ഞാൻ പിന്നെയും വലിഞ്ഞു കയറി വന്നേക്കുവാ ഈ സ്വയംനാറി അമ്മാവൻ. നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവളങ്ങ് പഞ്ചാബിലാണ് താമസിക്കുന്നത്. വസ്തു ഭാഗം ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഒപ്പിട്ട് കൊടുക്കാൻ വന്ന കൊച്ചായത്. നാട്ടുകാർ വിളിച്ചു പറഞ്ഞു, ബാലകൊച്ചേട്ടാ പെട്ടെന്ന് ഇല്ലെങ്കിൽ അന്തരവര് തമ്മിത്തല്ലി ചാവുമെന്ന്. ഞാൻ വന്നപ്പോ കാണുന്ന എന്തുവാന്നറിയാമോ? ഈ കൊച്ച് ഈ ചെറുക്കനെ ഇട്ട് ചവിട്ടുന്നു, അടിക്കുന്നു, തൊഴിക്കുന്നു. എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. എന്തുള്ള ആണുങ്ങളല്ലേ? ഞാൻ പറഞ്ഞു, അവനായതുകൊണ്ട് ക്ഷമിച്ചു. നീ ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊട്ടു നോക്കടിയെന്ന്. ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞും പോയി, കൂടെ ഞാനങ്ങ് പറന്നും പോയി. അമ്മാവനോട് ആര് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ വഴക്കിടുന്നതിന്റെ ഇടയ്ക്ക് വന്ന് കയറാൻ? പിന്നെ അന്തരവന്മാര് തമ്മിൽ ചാവുന്ന കാണാൻ ഞാനെന്തോടി അരിങ്ങോടനായാലും അമ്മാവനായാലും ആങ്ങളെ ആയാലും ആരാന്ന് ഞാൻ നോക്കത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജീവൻ കഷ്ടമെന്ന് പറഞ്ഞോട്ടെ. എന്താ വിടരുത്?
മിണ്ടരുതെന്നാ പറഞ്ഞത്. എന്താ മിണ്ടരുതെന്നാ പറഞ്ഞത്? എന്താ മിണ്ടരുതെന്നാ പറഞ്ഞത്? എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞത്. എഴുതേക്കടാ അവിടുന്ന്. എഴുതേക്കടാ, പോടാ പെരക്കകത്ത് കയറി പോടാ. പോ പെരക്കകത്ത്, വാ വാ പെരക്കകത്ത്. അയ്യോ, ഇതെന്നെ എടി കൊച്ചേ, നീ വസ്തു ഭാഗം ചെയ്യാൻ വന്നാന്നോ ഇവന്റെ വസ്ത്രം ഭാഗം ചെയ്യാൻ വന്നാണോ? എടാ ഇറക്ക പുതിയ ഉടുപ്പും മുണ്ടും ഒക്കെ ഇട്ടോണ്ട് വേണം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ. ഞാൻ എന്തിനും ഉടുപ്പ് മുണ്ടുവിടുന്നേ? എനിക്ക് എന്താ ഉണ്ട്? അവളോട് ഒപ്പിട്ട് തരാൻ പറ അമ്മാവാ. എന്തോരം ഞാൻ ഒപ്പിട്ട് തരുന്നത് അമ്മാവൻ അറിയാമല്ലോ. 7 കൊല്ലം മുമ്പ് ഒരു പഞ്ചാബിൽ നിന്ന് ഒരാൾ വന്നപ്പോ ഞാൻ പോയി, ശരിയാ. എന്നിട്ട് ഈ മനുഷ്യൻ എന്നെ പറ്റി ഒന്ന് തിരക്കിയോ? നമുക്ക് അറിയത്തില്ലടാ അതൊന്നും. പറഞ്ഞ കേട്ടില്ല അമ്മാവാ, തിരക്കി വന്നു. ആ ഞാൻ ചോദിച്ചതന്നെ, തിരക്കിയോ? ഇനി ആ തിരക്കിയിട്ട് നിരക്കുവോ ഇവിടെ? പറയാനടുത്തത് അമ്മാവാ, നിങ്ങൾ പറഞ്ഞത് ഇവിടെ തിരക്കില്ലെന്ന്. 8 വർഷത്തിന് മുമ്പ് ഞാൻ പണിക്ക് പോയ സമയത്ത് ഒരു പഞ്ചാബി എന്ന് ഒരുത്തൻ ഇവിടെ പോയി ശരിയാ പോയി. പക്ഷെ അമ്മാവ ഞാൻ അന്തസ്സായിട്ട് അവിടെ ജീവിക്കുന്നത്. വലിയൊരു കുടുംബത്താ ഞാൻ ചെന്ന് കയറിയത്. അറിയാവോ, എന്റെ അമ്മായിയമ്മ ഒരു പട്ടാണിയാ. നിന്റെ അമ്മായിമ്മ പട്ടാണിയാന്ന് നിന്റെ അമ്മായിപ്പൻ എന്തോ കടലയാന്നോ? കാര്യമല്ല പറഞ്ഞത്. ഈ പട്ടാണി എന്ന് പറയുന്നത് പഞ്ചാബത്തിൽ വലിയൊരു വിഭാഗമാ, നല്ല കുടുംബക്കാരാ. അങ്ങനെ മോനെ, ഈ പട്ടാണി എന്ന് പറയുന്ന സംഭവം ഉണ്ട് അവിടെ. അവരുടെ പേരിന്റെ കൂടെ പഠാൻ എന്നുള്ള ചേർത്താ പറയുന്നത്. എനിക്ക് അവിടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ടുട്ടു പഠാൻ. വായിക്കാത്തൊരു പൂരം പറപ്പിക്കാതെ കാര്യം പറയാമോ? പടക്കം പൊട്ടിച്ചല്ല. എടാ എന്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു ടുട്ടു പഠാൻ. ഞാനും അവനും കൂടെ ആയിരുന്നു ഈ ഗുജറാത്തിന്റെ അതിർത്തിയിലെ ഈ കടൽ സൈഡിൽ നിന്ന് ഇരുമ്പയിര് ഖനനം ചെയ്യുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു 5-6 മാസം ഈ ഗുജറാത്തിലുണ്ടായിരുന്നു ഇരുമ്പയിര് ഖനനം ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ കുഴിക്കും, മണ്ണ് വാരിയിടും, കുഴിക്കും, മണ്ണ് വാരിയിടും. എന്നിട്ട് കിട്ടിയോ? ഒരു ഇരുമ്പും കിട്ടിയില്ല, ഒരു അയിരും കിട്ടിയില്ല. മര്യാദ കുപ്പിട്ടിട്ട് പോടി. എന്നെ അങ്ങനെ തളർത്താനൊന്നും നോക്കണ്ട. ഒന്നുമില്ലാത്ത കുടുംബത്തിലല്ലേ ഞാൻ ചെന്ന് കയറിയത്. അവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ സ്വത്ത്, കണ്ണ് മൂടാൻ പറ്റാത്ത പാടങ്ങള്, എന്തെല്ലാം കൃഷിയുണ്ടെന്നറിയാവോ? ചോള കൃഷിയുണ്ട്, ഉള്ളി കൃഷിയുണ്ട്, സബോള കൃഷിയുണ്ട്, പിന്നെ ക്യാബേജിന്റെ കൃഷിയുണ്ട്. നിനക്ക് പഞ്ചാബിലല്ലേ കൃഷി? അല്ല എന്റെ മുഖത്തൊന്നും അല്ലല്ലോ കൃഷി, ഇങ്ങോട്ട് വെള്ളം നനയ്ക്കാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങള് വിചാരിക്കണം ഇവരെന്തേലും തിന്നണോ കുടിക്കണോ. എന്റെ ഉലുവയും ഉള്ളിയൊക്കെ കയറ്റിയിട്ടില്ലെങ്കിലേ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് കാണാം. ഇവിടെ പഞ്ചാബിക്ക് അവിടെ എത്ര കൃഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെന്തിനായിട്ട് ഇവിടെ കമ്പളിപ്പിക്കാൻ വന്നത്? അത് ആ പൂപ്പ കമ്പിളിയൊന്നും അല്ല, എന്റെ അമ്മാവാ, അത് കൈത്തെറിയാ. പഞ്ചാബി കയ്യിലാന്ന് തെറി, ഇവിടെ വായിലാ തെറി. അതാ കൈത്തെറി വായ്ത്തെറിന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഈ പരുത്തിയാ, പരുത്തി. പഞ്ചാബി പരുത്തി കൃഷിയുണ്ട്. പിന്നെ കേരളത്തിലൊക്കെ ഉരുട്ടി കൃഷി. ഉരുട്ടിയും പരുത്തി എന്നല്ല പറഞ്ഞത്. അതായത് ഇങ്ങനെ ഈ കൈ വെച്ച് നെയ്യുന്നത്. ഞങ്ങൾ ഈ പഞ്ചാബിൽ നിന്ന് ഇങ്ങനെ നെയ്ത് കേരളത്തിൽ കൊണ്ടുവന്ന് വെക്കും. ഹിന്ദിക്കാരൻ നിന്നെ വിളിച്ചപ്പോ എന്തിനാണ് ഹിന്ദിക്കാരനെ പറയാൻ നീ പോയത്? എന്റെ അമ്മാവൻ അറിയാവോ, അയാൾ എന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോ പറയുവാ, आप बहुत सुंदर है, तू मेरा रानी है, मैं तुम्हारा രാജാ ഹേ എന്ന്. എനിക്ക് പറയത്തില്ല, എനിക്ക് ആങ്ങളെ ഉണ്ട് ഹേ എന്ന്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ കേരളത്തിന്റെ ബോർഡർ കടന്നു പോയി. ഹേ ദൈവമേ, എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞാട്ട്. കല്യാണം പോലും ഇയാൾ കഴിച്ചിട്ടില്ല. ഇയാൾക്ക് എന്തോ ഇപ്പൊ ഈ വീടും വസ്തു, പുതിയ വീട് വെച്ച് താമസിക്കണം. ഇയാൾക്ക് എന്തോ ഇത്ര നിർബന്ധം? എടാ ഇതാ പറഞ്ഞത്. എടാ ആവുന്ന കാലത്ത് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പാടില്ലായിരുന്നു. വയസ്സ് 19-16 ആയില്ലോടാ. എടാ ഈ പ്രായത്തിൽ നീ ഒറ്റാന്തടിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ പറയുന്നത്. നിനക്ക് വീടും കൂടും വേണ്ടെന്ന്. അമ്മാനെ ഞാൻ കല്യാണം കഴിക്കാത്ത കാരണം എന്താ അറിയാമോ? അമ്മാൻ എന്റെ കൈവെള്ളയിലോട്ട് പോയിക്കേ. ഈ തഴമ്പ് കേട്ടോ, ഇത് പാറമണ പണി ചെയ്ത് ഞാൻ പ്രായമായതിന്റെ ഇവളെ നോക്കാൻ വേണ്ടി പ്രായമായ തഴമ്പായാൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇവളെ വളർത്തിയത്, അറിയാവോ? ചുമ്മാ അറിയില്ലയോ? ചുമ്മാ ഒന്നുമല്ലടി. അമ്മാരുടെ കാര്യം പറ്റിട്ട് ഒരു കാര്യം പറയാം. ഇവിടെ പറഞ്ഞില്ലേ ഞാൻ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മ ഒരു പെണ്ണ് എൻ്റെ കൂടെ വരാൻ തയ്യാറാണ്. അവള് വരണമെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ വീട് വെച്ച് കൊടുക്കണം. ഇവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരത്തില്ല. അതുകൊണ്ട് ഇവളോട് പറയില്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകാൻ. കാര്യം ഇത് എന്നോട് പറഞ്ഞിരിക്കട്ടെ. അവള് പറഞ്ഞാൽ അവള് സമ്മതിക്കത്തില്ല. അവള് സമ്മതിക്കത്തില്ല. അമ്മ പറയില്ല, അവള് പറയില്ല കേട്ടോ. കേട്ടോ കൊച്ചേ, ഇവനൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. നാണമുണ്ട്. ഈ പ്രായത്തിൽ 19-16 വയസ്സുള്ളപ്പോ ഇയാൾ കെട്ടാൻ പോവാന്നോ? നാട്ടുകാരെന്തോ പറയും. ഓ അവക്ക് പഴം പുഴുങ്ങി കൊടുക്കാനായിരിക്കും എനിക്കൂടെ അവകാശപ്പെട്ട ഈ പറമ്പിൽ വാഴ വെച്ചല്ലയോ? ഞാൻ സമ്മതിക്കത്തില്ല. കറക്റ്റാ കേട്ടോ. ആദ്യം തൊട്ടിട്ട് മടക്കിയിട്ട് പിന്നെ വെച്ചാൽ തൊടാൻ പറ്റത്തില്ല. അമ്മാവൻ നിന്റെ കാര്യത്തിൽ ഇടപെടില്ലെന്ന് പറഞ്ഞത്. എന്റെ പൊന്നു കുഞ്ഞാ, നീ പറയുന്നൊന്ന് കേക്ക്. ഞാനൊന്ന് പറയട്ടെ. ഞാൻ സമയമില്ല, എനിക്ക് തിരിച്ച് പഞ്ചാബിൽ പോകേണ്ടതാണ്. 3:30 ട്രെയിൻ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ഞാൻ ഇവിടെ പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 3:30 നിനക്ക് തീവണ്ടി ഓഫീസിൽ എത്തണ്ടേ? ഇപ്പൊ മണി 2:45 നീ വിമാനം എടുക്കും. തീവണ്ടി ഓഫീസിൽ പോകുന്ന ഞാൻ വിമാനം എടുക്കുന്നത്? വിമാനമല്ലെന്ന് നീ ഇതിനൊരു തീരുമാനം എടുക്കാനാ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഈ കല്യാണം കഴിക്കാത്ത ഇയാൾക്ക് ഞാൻ ഇത് കൊടുക്കത്തില്ല. അമ്മാവൻ അറിയാവോ, എവിടുന്നോ എന്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോ ഞാൻ കരുതി ഇത്രയും വർഷമായിട്ട് എന്നെ കാണാതിരുന്നിട്ട് സ്നേഹം കൊണ്ട് എന്നെ കാണാൻ വിളിക്കുവാന്ന്. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി അമ്മാവ, തെറ്റിപ്പോയി. നെറ്റിക്കല്ല, നെറ്റാൻ കൂടി ഇരിക്കണം. അന്നേരം രസം. വീട്ടിലോട്ട് വന്നാൽ മതി. അമ്മായി കിടന്ന് കരയുന്നൊക്കെ ഇടിച്ചിട്ട്. കനകമ്മായി അവള് ഇരിക്കും. അമ്മ വീട്ടിൽ വഴക്കുണ്ടാക്കുവോ? ഇല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരുവാ. വഴക്കപ്പം ഉണ്ടാക്കുന്നല്ലേ ചോദിച്ചത്? അമ്മ വീട്ടിലെന്താ ഈ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ നല്ല കിടക്കും വഴക്കുണ്ടാക്കും. ഞാൻ എന്തോലും ഒന്ന് പറഞ്ഞാൽ മതി. ഇവളെ
നെഞ്ചത്തിട്ട് ഇടിക്കും. ഇത് കാണാനായിട്ട് അപ്പോഴത്തെ രാജമ്മയും സുധാമണിയും കൂടെ മതിലിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നോക്കും. ഞാൻ അന്നേരം അവരെ നോക്കും. അതിനുവേണ്ടി ഞാൻ ഈ പഴക്കുണ്ടാക്കുന്നേ. അങ്ങനെ അമ്മയുടെ നെഞ്ചത്തിട്ട് കൊട്ടി നോക്കേണ്ട കാര്യമുണ്ടോ? അവരെ കഥ പോയി കൊട്ടിട്ട് നോക്കിയാൽ പോരാ. നീ എനിക്ക് അണത്ത് വാങ്ങിച്ചാലുള്ള പരിപാടിയാണ് നോക്കുന്നത്. എന്റെ പൊന്നമ്മാവ, എനിക്ക് സംസാരിച്ചോണ്ട് നിൽക്കാൻ സമയമില്ല. സമയം പോന്ന കണ്ടോ? ഇപ്പൊ ഞാൻ ചെന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രെയിൻ പോകും. ആ ട്രെയിൻ പോകും. നിനക്കറിയത്തില്ല. നിന്നെ തിരക്കി അലഞ്ഞൊന്നും അറിയത്തില്ല. നിന്നെ കാണാതായപ്പോ ഞാനും അമ്മാനും കൂടെ മധുവിന്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ബോംബെ ചെന്നപ്പോ മധുവിന്റെ ഓട്ടോറിക്ഷ കൂലി കൊടുക്കാൻ മധുവിന്റെ ഓട്ടോറിക്ഷ അവിടെ വിറ്റിട്ട് മധുവിനെ നടത്തി വിട്ടിട്ട് ഞങ്ങൾ പൈസ വാങ്ങിച്ചു. എന്നിട്ട് അമ്മാവൻ വീട് വലിക്കാൻ പറഞ്ഞിട്ട് ബോംബെയിൽ അങ്ങോട്ട് പോയി. അമ്മാവനെ കാണാതെ പോയി. ഞാൻ അമ്മാവനെ തപ്പി നടന്നു. അങ്ങനെ 6 മാസം അമ്മാനെ തപ്പി ഞാൻ ഹിമാചൽ പ്രദേശിൽ ചെന്നപ്പോൾ മഞ്ഞിനകത്തുനിന്ന് എന്നെ വിളിക്കുക ശാന്തപ്പ എന്ന്. ഞാൻ വിചാരിച്ചു ഹിമക്കരടി ആയിരിക്കുന്നു. നോക്കിയപ്പോ എന്തോ അമ്മാവനുള്ള മഞ്ഞ് മൂടി താടി മുടിയെല്ലാം വളർന്ന് അരമണ്ഡലം വരെ മഞ്ഞിൽ മുങ്ങി നിൽക്കുക. അമ്മാവനെ അമ്മയിനകത്തുനിന്ന് പിഴുത് അമ്മായി ട്രംപി കൊണ്ടുവന്നപ്പോ അമ്മായി പറയാം അവിടോട്ട് നാട്ടി വെക്കടാന്ന്. അമ്മായി വരച്ച് ക്രിസ്മസ് ട്രീ ആയിരിക്കുന്നു. ഉടനെ അമ്മാവൻ അമ്മായിയെ കയറി കെട്ടിപ്പിടിച്ചു. മര്യാദക്കൊപ്പിട്ട് താടി ഒപ്പിച്ചു കൊടുക്കോച്ചാ. ഒപ്പിച്ചു കൊടുക്കോച്ചാ. ഇത് മൊത്തം ഞാൻ വെട്ടി നശിപ്പിക്കും. പെണ്ണിന് മനുഷ്യ വീടാനെ കൊണ്ട് പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന അവക്കൊണ്ടാക്കി കൊടുക്കാനല്ലേ എനിക്ക്. എന്താ കാണിക്കും? എന്താ കാണിക്കുമത്? ഇങ്ങനോട് പറ, എന്നോട് സംസാരിക്കരുത്. പോകാൻ പറയും ഇതൊക്കെ. ശാന്തപ്പോ കാണിക്കരുത് കൊച്ചിനെ. മര്യാദക്ക് ഒപ്പിട്ട് തരാൻ പറ. ഒപ്പിട്ട് കൊടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങേറെ ആങ്ങളല്ല പെങ്ങളാന്നുണ്ടെങ്കിൽ ഞാൻ പൊടി ഇറങ്ങി പോ. ഇവിടെ മനുഷ്യന് മനസ്സമാനം വേണം. ഒപ്പിട്ടും കൊടുക്കണ്ട, ഒരു കുന്തം കൊടുക്കണ്ട. നീ പോടാ. നീ പെണ്ണും കെട്ടണ്ട. ഈ പെരക്കകത്ത് കിടന്നാ മതി. പോടാ. ഞാൻ പള്ളിയേറി വന്നൊന്നല്ല, എന്നെ വിളിച്ചിട്ടാ വന്നത്. ഞാൻ പോവാ. എനിക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പോ. ട്രെയിൻ പോകുന്ന പറഞ്ഞത് ഞാൻ എപ്പോ ഓടിയെത്തും? എന്റെ ട്രെയിൻ പോയി. ഇനി 2 ദിവസം ഞാൻ ഇവിടെ നിൽക്കണം. 2 ദിവസം ഞാൻ ഇവിടെ നിൽക്കണം. മിണ്ടുന്നില്ലല്ലോ ആരും. ഇവിടെ ഞാൻ നിൽക്കത്തില്ല. ഈ വീട്ടിൽ ഇങ്ങോട്ട് ഞാൻ നിൽക്കത്തില്ല. ഞാൻ ട്രെയിൻ അവിടെ ഉണ്ടല്ലോ, സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ പോയി പട്ടിണി കിടന്നായാലും രാത്രി അവിടെ കിടന്നിറങ്ങിയാലും ഞാൻ ട്രെയിൻ പൊക്കോളാം. ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പാദയാത്രയ്ക്ക് പോയിരുന്ന വിവരം അറിയും നീ. ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടില്ല അവിടെ പോകുന്ന. ഇവിടെ പാടി. ഇല്ല. ഇവിടെ പാടി. ഇല്ല. ഇവിടെ പാടി. ശാന്തിയല്ല ഇത്, പ്രാന്തി. ഇവിടെ പാടി. ഇവിടെ വരാൻ അണ്ണനെ വിളിക്കുന്ന. ഇവിടെ വരാൻ. ഈ വീട്ടിൽ കയറി കിടക്കടി. ഇല്ലെന്ന് പറഞ്ഞില്ലയോ? ഈ വീട്ടിൽ കയറി കിടക്കടി. എന്താ കാര്യത്തിനാ? നീ പറഞ്ഞില്ല അണ്ണന് സ്നേഹമില്ലെന്ന്. നീ എന്നിട്ട് പോയ എല്ലാ കളിപ്പാട്ടങ്ങളും നിന്റെ പാത്രങ്ങളും തുണികളെല്ലാം അവിടെ ഉണ്ട്. അണ്ണൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നീ പറഞ്ഞ അണ്ണൻ എന്നോട് സ്നേഹമില്ലത്. ഈ വീട്ടിൽ പോയി കിടക്കടി. നാളെ നേരം വിളിക്കുമ്പോൾ അണ്ണൻ കൊണ്ടുവിടാൻ നിന്നെ. എനിക്ക് വസ്തുവും വീടും തരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇട്ട് തന്നേനെ. നിങ്ങളെന്തോ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്? ഒത്തിരി നാളായി മോളെ, കാണാനുള്ള കൊതി കൊണ്ടല്ലേ എന്നെ വിളിച്ചത്. അങ്ങനെ പറഞ്ഞത് ഞാൻ 2 കൽപ്പിച്ച് വന്നതിനാ. അപ്പോഴാ പറയുന്നത് വസ്തുവും വീടും കൂടെ. സത്യം പറഞ്ഞ അതിനല്ലേ വിളിച്ചത്? നീ ഒപ്പിടുന്ന കാണാൻ കൊതി കാരണം കണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വരുന്നത്. എന്റെ നായൊപ്പ് കാണാൻ ഞങ്ങൾക്ക് ഇത്ര കൊതി പാടി എന്നും നീ ഏട്ടന്റെ ചിങ്കാരി. കൊമ്പിലേറാ പാടി എന്നും നീ ഏട്ടന്റെ ചിങ്കാരി. മഞ്ഞുനീർത്തുള്ളി പോൽ നിന്നോവൽ കുഞ്ഞു കൺപീലിയിൽ. എങ്ങനുണ്ട്? മധ്യസ്ഥതയ്ക്ക് വന്ന് ഞാൻ ആരായി? അവ രണ്ടും ഒന്നായി. അതപ്പോ നീ അവളെ അകത്ത് കയറ്റി കിടക്കാൻ പറഞ്ഞു. അത് നിന്റെ പെങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ. പക്ഷേ 10-18 വയസ്സ് വരെ പോറ്റിയെ നിന്നെ കളഞ്ഞിട്ട് കമ്പിളി വിൽക്കാൻ വന്ന ഒരു ജിങ്ക ഡാൻസുകാരൻ്റെ കൂടെ, പഞ്ചാബിയുടെ കൂടെ പോയത് ഓർമ്മ വേണം. എന്നിട്ട് വന്നു വസ്തുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒപ്പിട്ട് വന്നോ? വാഴയെല്ലാം വെട്ടി ആറഞ്ഞിട്ടേക്കെന്ന് കണ്ടില്ലയോ? രാത്രിയിൽ അവള് നിന്നെ ഉറക്കത്തിൽ ഈ വാഴ വെട്ടുന്നത് പോലെ വെട്ടിക്കൊതച്ചാൽ എന്തോ ചെയ്യും. അമ്മാവാ എന്താക്കളെ ഇനിയൊരു എൻട്രി എനിക്ക് അങ്ങോട്ടില്ല. കാരണം ആദ്യത്തെ പോലെ ഇപ്പൊ അവിടെ നിശബ്ദം. സഹോദരന്റെയും സഹോദരിയുടെയും അമ്മാവന്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. നേരെ പോവാൻ ബിജുകുട്ടൻ ചേട്ടനിലേക്ക്. നല്ല സ്കിറ്റായിരുന്നു കേട്ടാ. നല്ല എന്താ പറയണ, ഒരു ജൈവ ഗുണമുള്ള ഒരു സ്കിറ്റ്. അല്ലെങ്കിൽ എന്താ, ഒരു ഫീൽ ഗുഡ്, ഒരു അധികം ഒച്ചപ്പാടൊന്നും ഇല്ലാതെ
ഇവർ ആദ്യം കാണിക്കുന്ന പോലെ ഒരു കുടുംബത്തിൻ്റെ വഴക്കാണെങ്കിൽ തന്നെയും ഇവർ നേരത്തെ കാണിക്കുന്ന പോലെ ഒരു വലിയ പൊട്ടിത്തെറികളൊന്നുമില്ലാത്ത അവിടെ ഇവിടെയൊക്കെ കോമഡികളുള്ള നല്ല സ്കിറ്റായിരുന്നു അത്. എനിക്ക് തോന്നുന്നത് ആ സൈലൻ്റിൽ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയല്ല ഇവർ തുടങ്ങുന്നത്. ആദ്യം തന്നെ സുമി വന്നിട്ട് കുറേ കാര്യങ്ങൾ ചിരിപ്പിക്കുന്ന രീതിയിൽ പറയുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവരുടെ സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സൈലൻ്റായിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വയലൻറ്റിലേക്ക് കയറി. പിന്നെ നല്ല തമാശകളുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തമാശകളുണ്ടായിരുന്നു. മാമൻ വന്നപ്പോൾ ഉള്ള തമാശകൾ എനിക്ക് തോന്നുന്നത് ആ മുണ്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നതിലാണ് മനോജ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ അത് തൊട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ വാഴയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, വാഴ ആ തണ്ടുമ്മ തട്ടി വീഴുന്ന സംഭവങ്ങൾ കുറച്ച് അത് അധികം വലിച്ചു നീട്ടാതെ തന്നെ അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത്. പിന്നെ തമാശകൾ വെർബലായിട്ട് പറയുന്ന ഒരുപാട് തമാശകളുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഇരുമ്പിൻ്റെ അയിരെടുക്കാൻ പോകുന്ന സംഭവം, പിന്നെ എന്താണ് ഈ പട്ടാണികളാണ് അവിടെ കല്യാണം കഴിക്കുന്നത്, അവിടെ അങ്ങനത്തെ ഒരു ജാതിയുണ്ട്, അപ്പോൾ എനിക്കൊരു കൂട്ടുകാരുണ്ടെന്ന് പറയണത് എന്നൊക്കെ പറയുന്ന കുറേ തമാശകൾ, ഇതിനകത്ത് ചേർക്കുന്ന കുറേ തമാശകൾ. പിന്നെ നിങ്ങളുടേതായ നേരത്തെ ഉള്ള കുറേ എന്താണ് ആക്ഷൻ സംഭവങ്ങളെല്ലാം വളരെ കുറച്ച് മൈന്യൂട്ടായിട്ടാണ് മാത്രം ചെയ്തേക്കണം. സുമിയൊക്കെ നല്ല എന്താണ് മിതമായിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. കാരണം അല്ലാതെ ഇങ്ങനെ കുറേ ഇങ്ങനെ വിറപ്പിച്ചുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ആദ്യം പറഞ്ഞ പോലെ എന്താണ് ഒരു നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള കിഡിലൻ ഒരു സ്കിറ്റായിരുന്നു. ഓക്കെ, ആദ്യം തന്നെ ഒരു കൺഗ്രാലേഷൻ പറയാണ്. കാര്യം നിങ്ങളുടെ 3 പേരുടെയും സ്കിറ്റിൻ്റെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ അതെടുത്ത് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ സുമിയുടെ ഏതാണെന്നറിയാം, ബേക്കറിയിലെ 6 മണിക്ക് വിടും 6:10 വീട്ടിലെത്തും എന്ന് പറയുന്നൊരു സാധനം, അതിൻ്റെ ഓരോ സാധനങ്ങളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അതിൻ്റെ ഡസ്മാഷ് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ആദ്യം ഒരു നല്ല കൈയടി അങ്ങ് തരികയാണ്. ഉഗ്രൻ സ്കിറ്റുകളായിരുന്നു എല്ലാം. ഇപ്രാവശ്യത്തെ സ്കിറ്റിലേക്ക് വന്നാലും നിങ്ങളൊരു ഓപ്പണിങ്ങിന് ഒരു കൈഡി തരണം. കാര്യം വലിയ സംഭവം നടന്നു, ആ കഥ എങ്ങനെ തുടങ്ങണമെന്ന് വിചാരിക്കുന്ന അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളൊരു സാധനം ആദ്യം കുറച്ച് നേരം നമുക്കിത് എന്താണ് സംഭവിക്കുന്നത്, ഇടിമുഴക്കൊക്കെ കേൾക്കുന്നു, വലിയ സൗണ്ട് കേൾക്കുന്നു. അതിനുശേഷമാണ് അജേഷ് അവിടേക്ക് വന്നിട്ട് ഇപ്പം നിങ്ങൾ കേട്ടത് ഇടിയും മിന്നലും ഒന്നുമല്ല, എന്നെ തൊഴിച്ചിട്ടതാന്ന് പറയുന്ന ഒരു സാധനത്തിന് തുടക്കത്തിനൊരു ഉഗ്രൻ കൈഡി തരാം. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സ്ഥിരം ഒരു സ്പീഡ് കളിയിൽ നിന്ന് മാറി ഒരു ലൈഫ് കളി നിങ്ങൾ കളിച്ചു 3 പേരും. അതായത് അതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ ഒരു ഹ്യൂമർ ചില സ്ഥലങ്ങളിൽ കുറവുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു എന്താ പറയുന്ന ഒരു ലൈഫ് കളി നല്ല രസമുണ്ടായിരുന്നു. ചില നല്ല കൗണ്ടറുകളും ഉണ്ടായിരുന്നു. 3 പേരും പെർഫോമൻസ് ബേസിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തു. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് നിങ്ങൾ ദൃശ്യം പോലെ ഒരു കൺഫ്യൂഷനായി കളഞ്ഞു. കാരണം സാധാരണ വീടുകളിൽ അടികൂടുന്നത് ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷെ നിങ്ങൾ അവിടെ പിന്നെ അമ്മാവൻ വന്നതിന് ശേഷമാണ് നിങ്ങൾ ആരെന്ന് റിവീൽ ചെയ്യണത് അല്ലേ. അതൊരു രസകരമായ പരിപാടിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൺ സ്ലിപ്പില്ലാതെ സ്കിറ്റ് കളിക്കാൻ പറ്റുന്ന ഇപ്പോൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ സുമിയാണ്. ഭയങ്കര രസമാണ് സുമി പടപടപടപടാതെ. അതിൻ്റെ മെയിൽ വേർഷനാണ് മനോജ് പടപടപടപടായിരിക്കും. കറക്റ്റ് സഹോദരങ്ങളായി നിങ്ങൾ രണ്ടുപേരും കറക്റ്റ് ആങ്ങള പെങ്ങളമാരായി. അതിൻ്റെ കൂടെ ഒരു അമ്മാവനും ഭയങ്കര രസമുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ചെറിയ കൗണ്ടറുകൾ ഇതില്ലായിരുന്നു. അത് അറിയാമല്ലോ, ഇനി എന്തുണ്ടാക്കാം, വർഷങ്ങളായില്ലേ കേട്ടോ, നമുക്കറിയാം. പക്ഷേ മനോഹരമായിരുന്നു പെർഫോമൻസ്. 3 പേരും ഗംഭീരമായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ കമന്റ്സ് ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്കിനി നേരെ മാർക്സിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ട്. ഓക്കെ, ഞാൻ കുറയ്ക്കുന്നില്ല, ഞാനൊരു 12,000. അടിപൊളി. ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല, ഒരു 13,000. അപ്പൊ മൊത്തം ഇപ്പൊ 25,000 ആയിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്നത് ബിജുക്കുട്ടൻ ചേട്ടന്റെ കയ്യിലാണ്. ചേട്ടാ ഞാൻ വൈകുന്നില്ല, വിട്ടാക്കാം. പിടിച്ചോ. 60,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ഒരുപാടധികം പഞ്ചസ് അടിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് വീണ്ടും കാണാം മനോഹരമായിട്ടുള്ള സ്കിറ്റുകളുമായിട്ട്. താങ്ക് യു. അപ്പൊ നല്ലൊരു സ്കിറ്റ് അവതരിപ്പിക്കാനായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോൺസൺ ചേട്ടൻ, സുധ ചേച്ചി ആൻഡ് സെലിൻ ചേച്ചി. വേറെ വെളുപ്പാക്കാലത്ത് ഇറങ്ങിപ്പോയത് ഒരു മനുഷ്യൻ. വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ല അങ്ങേർക്ക്. നാട്ടിലുള്ള കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കാണാനായിട്ട് ഇങ്ങനെ നടക്കുക. അതോ ഇവിടെ പഞ്ചായത്തുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, പിന്നെ ഇവിടെ മെമ്പർമാരെല്ലാം ഉണ്ട്. എന്നാലും ഇങ്ങേർക്ക് അതിൻ്റെ അകത്ത് കിടന്ന് തലയിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. ഇപ്പൊ വരും വേറെ എന്തെങ്കിലും ഒരു ഗുരുവായൂർ ഒപ്പിച്ചോണ്ട്. സൂര്യകിരീടം അല്ല ഈ ലാലേട്ടന്റെ ഫിഗറും പിടിച്ചോണ്ട് ഇതാണ് ഈ രാവിലെ കച്ചവടത്തിന് വരുന്നേ. വേണ്ട സ്ഥലം വെളുപ്പാ, ഇവിടെ ഒന്നും വേണ്ട. നേരം വെളുക്കുമ്പോ ഓരോന്ന് ഇറങ്ങിക്കോളൂ. ഞാനാടി. നിങ്ങൾ ആടുവാണെങ്കിൽ ഞാനും കൂടെ ഒന്ന് ആടാം. നിന്റെ കെട്ടിയോൻ പപ്പു പിള്ളയായത്. അയ്യോ ചേട്ടാ,
നിങ്ങൾക്ക് എപ്പോഴാ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നത്? ഇവിടുത്തെ വീടിന്റെ പാല് കാച്ചിന് ഒരു കലം വാങ്ങിച്ചതാ, പിന്നെ ഇങ്ങനെ ഇപ്പഴത് വാങ്ങിക്കുന്നത്. എവിടുന്ന് വാങ്ങിച്ചു മോശാ നിങ്ങള്? ഞാൻ വാങ്ങിച്ചതല്ല, പിന്നെ പെട്ടുപോയതാ. അല്ലേലും എനിക്ക് മനസ്സിലായി നിങ്ങൾ പെട്ടാലേ ഇങ്ങനെയുള്ള സാധനം കൊണ്ടുവരത്തുള്ളന്ന്. എന്റെ ഒരു കൂട്ടുകാരൻ സുകുമാരനില്ലായിരുന്നു, ആ പാചകക്കാരൻ. ആ ഉണ്ടല്ലോ ഉണ്ടല്ലോ. അവന് എന്നോട് ചോദിച്ചു എന്താ ബിസിനസ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, ഹോട്ടൽ നടത്തിക്കോളാൻ പറഞ്ഞു. പക്ഷെ മൂന്നാം പക്കം ഉണ്ടല്ലോ, ആ ഹോട്ടൽ പൂട്ടി. അയ്യോ അതെന്നാ പറ്റിയത്? എനിക്ക് ഗ്യാസ് തീർന്നു പോയില്ലേ, ഗ്യാസിന്റെ ക്ഷാമം. അവനിപ്പോ അവിടുത്തെ ഉപകരണങ്ങളെല്ലാം എടുത്ത് വിൽക്കുക. ഞാനും മേടിച്ചു 2 പാത്രം. അപ്പൊ ഞാൻ കറണ്ട് ചാർജ് അടയ്ക്കാൻ തന്ന ആ പൈസ കൊണ്ട് നിങ്ങൾ കളഞ്ഞല്ലേ? എടി ഞാൻ പറഞ്ഞിട്ടല്ലേ അവൻ തുടങ്ങി, അപ്പം നമ്മള് ഉപകാരം ചെയ്യണ്ടേ? അയ്യോ ഇയാളുടെ ഉപകാരത്തെ കുറിച്ചൊന്നും പറയണ്ട എന്റെ പൊന്നെ. ഞങ്ങൾ 2 പേരും കുമ്പഴയിൽ ഒരു കല്യാണത്തിന് പോയി പത്തനംതിട്ടയില്. അവിടെ ചെന്നപ്പോഴത്തേനും മണ്ഡപത്തിൽ ചെറുക്കൻ പെണ്ണ് കെട്ടാനായിട്ട് കയറി നിൽക്കുക. ചരട് തേണ്ട ഇങ്ങനെ കെട്ടാൻ തുടങ്ങി. ചെറുക്കന്റെ കൈ അങ്ങ് വിറയ്ക്കുക. ഇങ്ങനെ വിറയ്ക്കുന്ന കണ്ടോണ്ട് ചോടി ഈ മനുഷ്യൻ അങ്ങോട്ട് ചാടി കയറി ചെന്നിട്ട് പെട്ടെന്ന് അവനെ മാറ്റിട്ട് ഈ ചരടങ്ങ് മേടിച്ചിട്ട് കെട്ടാൻ തുടങ്ങുക. തക്ക സമയത്ത് ആ പൂജാരി ഇടപെട്ട്, അല്ലായിരുന്നെങ്കിൽ ആ പെണ്ണിനെ അന്ന് ഇങ്ങേറി കെട്ടിയേനെ. അറിയാവോ? നിങ്ങൾ ഈ പരിഹാരം പറഞ്ഞു പോയിട്ട് ഓരോ ഗുലുമാലെടുത്ത് തലയെ കൊണ്ട് വെച്ച് ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാ മനുഷ്യ ഞാൻ ഈ കരികല എന്ന് പറയുന്നത്. ഇനി മേലെ നിങ്ങൾ എങ്ങും പോകാതെ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പരിഹാരം കാണും. ഇനി പരിഹാരം എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം തരാം. അമ്പടി, നീ ഒരു വിഷയം തരുമല്ലേ? നീ 1-2 വിഷയം കൊണ്ടുപോവാ, ഞാൻ പരിഹരിക്കാം. അതിപ്പോ ഒരു ടണ്ണിന് മേളിലുണ്ട് ആന. ആനയ്ക്ക് എത്ര കാലുണ്ട്? 4 കാല്. 1 ഗ്രാം പോലും ഇല്ലാത്ത ഈ 8 കാലിക്ക് എന്തിനാ 8 കാല്? ഇതിനൊരു പരിഹാരം കാണും. ഞാൻ വേണ്ട ഇപ്പൊ അടുക്കളയിലോട്ട് കൊണ്ടുവരാം. അയ്യോ ചേട്ടാ ചേട്ടാ, ഓ എന്നെ മനസ്സിലായോ? എവിടെയോ കണ്ടൊരു പരിചയം പോലെ ഉണ്ട്. എന്നെ ഇതുവരെ ഓർമ്മയില്ല അപ്പൊ ചേട്ടന്? എവിടെയോ കണ്ട് പരിചയമുണ്ട്. 4 കൊല്ലത്തിന് മുമ്പേ മാവേലിക്കര വെച്ച് ചേട്ടൻ ഒരു സമൂഹ വിവാഹം നടത്തിയത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അവിടെ സദ്യ കഴിക്കാൻ വന്ന ഞാന് എന്നെ പിടിച്ച് പെണ്ണ് തികഞ്ഞില്ലെന്നും പറഞ്ഞ ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഓർക്കുന്നുണ്ട്. എന്റെ പേര് ജയന്തി. എങ്ങനെയുണ്ട് കുടുംബജീവിതമൊക്കെ? ഹസ്ബൻഡൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ? അതേപ്പറ്റി പറയാനാ ഞാൻ ഇവിടെ വന്നത്. ഇതുപോലൊരു വൃത്തികെട്ടവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നും മദ്യവെച്ച് വീട്ടിൽ കയറി വരുക. എനിക്കൊരു സമാധാനം ഇല്ല ചേട്ടാ. ചേട്ടന് വേണം ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരാന്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവത്തുള്ളൂ. അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്റെ തീരുമാനങ്ങളൊന്നും തെറ്റാറില്ലെന്നേ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ആലോചിച്ച് നോക്കാൻ ഒന്നുമില്ല ചേട്ടാ. ഇതിനൊരു പരിഹാരം കാണാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്ന പ്രശ്നമില്ല. നിങ്ങളെ അങ്ങോട്ട് ഇറങ്ങി ഒരു കരിയാപ്പില. ഇതാരാ? ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. ഇതെവിടെ കുറ്റിയും പറിച്ചോണ്ട് വന്നത്? ഞാനേ കുറ്റിയും പറിച്ചോണ്ട് വരാൻ എന്തോ പെണ്ണുപിള്ളേ, ആടോ പശുവോ വല്ല വന്നോ? ഇവിടെ ഒരു കുരി കഴിക്കാൻ വന്നതാ ഞാന്. ഇങ്ങേറെ എടുത്തോ? എന്റെ പൊന്നു കുഞ്ഞെ, ഇങ്ങേർക്ക് കുരുക്കൊണ്ടാക്കാനേ അറിയത്തുള്ളൂ, അല്ല കുരു കഴിക്കാൻ അറിയത്തില്ല. ആട്ടെ, നിന്റെ കുരുക്ക് എന്നാന്ന് പറ. 4 കൊല്ലങ്ങൾക്ക് മുമ്പ് 4 പേരെ മുന്നിൽ വെച്ച് എന്നെ ഈ മനുഷ്യന് കല്യാണം നടത്തി ഒരു കുരുക്കി ചാടിച്ചു കേട്ടോ. ഈ കുരു കഴിക്കാനാ ഞാൻ ഇവിടെ വന്നത്. ഈ കുരുക്ക് ഈ മനുഷ്യൻ തന്നെ അയച്ചു തരണം. ആഹാ, നിന്റെ കുരുക്കടിക്കാനേ ഇതേ കുടുംബ കോടതിയല്ല. അല്ല, ഞാനേ ജഡ്ജിയല്ല. ജഡ്ജിയല്ല, ഞാൻ വക്കീലല്ല. ഞാൻ വക്കീലും അല്ല. വേഗം സ്ഥലമിടാൻ നോക്കടി നീ. യോ എന്റെ ചേച്ചി, എന്നെ പറഞ്ഞു വിടല്ലേ ചേച്ചി. ഞാൻ ഏതേലും ട്രെയിനിന്റെ മുന്നേ കയറി ചാവും കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതിന്റെ ഇടയ്ക്ക് ട്രെയിനും വന്നോ? ജയന്തി ജയന്തി ചെറുതാണ് ഇടത്തിക്കോട്ടെ. എന്തിനാ ഈ കുള്ളായ സുഹൃത്ത് ഇടിച്ചു കയറി പോണേ? നീ പോകാൻ നോക്കണി പെണ്ണേ. ഇടിച്ചു കയറാനായിട്ട് ഒരു പെണ്ണിന്റെ കണ്ണുനീരുണ്ടല്ലോ ഈ കുടുംബത്തെ വീണ ശാപമാകട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ എന്തൊരു തമാശ. എത്ര വർഷം കൊണ്ട് എന്റെ കണ്ണീര് ഇവിടെ വീഴുക. അതൊന്നും എനിക്ക് ശാപമല്ല, ഒന്നുമല്ല. മുതലക്കണ്ണീരിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവിടെ പരിഹാരം കാണാനായിട്ട് ഇവിടെ നിർത്തേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞു വിടും. എടി നീ സമാധാനമുണ്ട്, ഇഞ്ഞു വന്നേ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നമുക്കിത് പരിഹരിക്കാം. നിങ്ങൾ എങ്ങനെ പരിഹരിക്കും മനുഷ്യ? പറ. ഈ ജയന്തിയെ ഞാൻ അങ്ങ് കെട്ടുന്നു. നീ ഒന്ന് അടങ്ങ്. ഇത് ഞാൻ ഒറിജിനൽ ആയിട്ട് കല്യാണം കഴിക്കുന്നതല്ല. നമ്മൾ അഭിനയിക്കുന്നു, കല്യാണത്തിന്റെ വീഡിയോ എടുക്കുന്നു, നേരെ ഇവിടെ കെട്ടിയോൻ അയച്ചു കൊടുക്കുന്നു. അവിടെ കെട്ടിയോൻ ഇവിടെ പറന്ന് ഇവിടെ വരുന്നു.
ഇവരുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കുന്നു. അതെ ചേച്ചി, അത്രേ ഉള്ളൂ, സിമ്പിൾ. വേറെ പ്രശ്നമൊന്നുമില്ലേ? ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. എന്നാ പിന്നെ എനിക്ക് സമ്മതം, എന്നാന്ന് വെച്ചാ ചെയ്യേ. ചേട്ടാ, കല്യാണത്തിന് ബൊക്കെ മാലയൊക്കെ വേണ്ടേ? പിന്നെ ബൊക്കെ മാലയൊക്കെ നമുക്ക് വേണം. നിന്റെ 2 ഷാളിഞ്ഞെടുത്തേ. മാലയ്ക്കാണോ പഞ്ഞമില്ലാത്ത? ഇങ്ങോട്ട് കൊടുത്തേ, ഒരു ഷാൾ അങ്ങോട്ട് കൊടുത്തേ. ഇപ്പൊ മാലയായോ? മാലയായി. ഇനി നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. ചടങ്ങ് അങ്ങനെയല്ല. ആദ്യം അവിടെ നിന്ന് ഇടണം പെണ്ണ്, അത് കഴിഞ്ഞ് ഈ മുതുക്കനെ ഇടണം. മുതുക്കനോ? അല്ല, ചെറുക്കൻ. അത് കഴിഞ്ഞ് ചെറുക്കനെ ഇടണം. ഇട്ടോ ഇട്ടോ, ആദ്യം പെണ്ണിട്. ചേട്ടാ, ബൊക്ക ബൊക്കയുടെ കാര്യമൊക്കെ ഇപ്പൊ നമുക്ക് പപ്പുവിളക്ക് പരിഹാരം ഉണ്ടല്ലോ. ഇതാണോ പരിഹാരം ഇല്ലാത്ത? എന്നാ പിടിച്ചോ, ബൊക്ക ആയില്ലേ? ബൊക്ക പിടിച്ചേ. ഒരു ഫോട്ടോഗ്രാഫർ കൂടെ ഉണ്ടായിരുന്നു, നന്നായിരുന്നു. ഫോട്ടോഗ്രാഫറോ? സൂപ്പർ ഫോട്ടോഗ്രാഫറായി നിൽക്കുന്നത്. പങ്കുവേ ഫോട്ടോ എടുക്ക്. എന്നാ എടുക്ക ചേച്ചി, എന്റെ ഫോണിൽ തന്നെ എടുക്ക്. നമ്മുടെ അഭിനയല്ലേ ഇതൊക്കെ. ആ കൈ അങ്ങേ സൈഡിലാ തോളയിലോട്ട് നീട്ടെ. മുറുക്ക പിടിക്കും. അയ്യോ, ഇളിക്കാനല്ലേ പറഞ്ഞേ, മര്യാദക്ക് നിൽക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ ഫോട്ടോ. കൊള്ളാം ചേച്ചി. ആ ഫോണിൽ ഞാൻ ചേച്ചി ഈ ഫോട്ടോ എല്ലാം ഞാൻ അയച്ചു കൊടുക്കട്ടെ ചേട്ടന് കേട്ടോ. ഇപ്പൊ വരും കണ്ടോ. ആഹാ, വാട്സപ്പിലുണ്ട്. ഇപ്പൊ വിളി വരും, കണ്ടോണം. വിളി വന്നു. ഹലോ. ഞാനും എന്റെ കെട്ടിയവനും ഒത്തുള്ള ഒരു ഫോട്ടോ അങ്ങോട്ട് ഇട്ടായിരുന്നല്ലോ, കണ്ടായിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കത് കണ്ടിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. അവന് തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിന്നെ പോലെ ഒരെണ്ണത്തിനെ കിട്ടുമോ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞാനും നീയും തമ്മിൽ ഇനി ഒരു ബന്ധമല്ല, ഡൈവേഴ്സ്. ഇനി നിനക്ക് എന്റെ വഴി, എനിക്കും എന്റെ വഴി. ഓക്കെ, ശരി എന്നാ. പറഞ്ഞത് കേട്ടോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ്. അങ്ങനെ എന്നെ ഇട്ടേച്ച് പോയെന്ന് തോന്നിക്കുന്നത്. ഞാനിനി എന്താ ചെയ്യും ചേച്ചി? ചേട്ടാ, ഞാനിനി എന്താ ചെയ്യും? നിങ്ങൾ പറ ചേച്ചി, ഇതിനൊരു പരിഹാരം പറ. നീക്കറിയാതെ നീ ഇവിടെ വന്നിരുന്നേ, സമാധാനിക്ക്. നമ്മൾ ഏത് പ്രതിസന്ധിയിലും ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ധൈര്യത്തോടെ നിൽക്കണം, താന്നു പോകരുത്. ഇപ്പൊ എന്റെ മോൻ അങ്ങോട്ട് പോയട്ടെ. ചേച്ചി എന്നതാണ് പറയുന്നത്? ഞാൻ എങ്ങോട്ട് പോണോ? നീ വന്ന പോലെ പൊടിക്കുന്നതല്ലേ എന്റെ കെട്ടിയവന്? അത് ചുമ്മാ കെട്ടിയതാണ്. ചേച്ചി, ഇതെന്റെ കെട്ടിയവനാ. ഞാൻ തെളിവ് കണ്ടോ? ഇതൊന്നും കാണിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. ഇറങ്ങടി, ഞാൻ പോണോ? നീ പോണം. ചേട്ടാ, അവിടെ നിന്നേ. ഇവളെ കൂടെ കെട്ടിച്ചാൻ വിടുമ്പോഴേ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എന്തുവാ? വേഗം പറ. ഇതങ്ങരുടെ കണ്ടോ, മരുന്നിനുള്ള ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇതിനുള്ള ഗുളിക എല്ലാം വാങ്ങിച്ചോണ്ട് പോകണം. പിന്നെ നിങ്ങൾക്ക് ഈ ശ്വാസം മുട്ടൽ വരുമ്പോൾ വലിക്കാനുള്ള ഇൻഹേലർ ഉണ്ട്, അതും വാങ്ങിക്കണം. അതിന്റെ മരുന്നും വാങ്ങിക്കണം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ കിടന്നുമുള്ളൂ. അതിനൊരു പാമ്പർ ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചോണ്ട് വേണം പോകാൻ. അയ്യോ, ഇത് തന്നെ അങ്ങ് പിടിച്ചോ. ഞാൻ പറയട്ടെ, എന്റെ ഭർത്താവാണെങ്കിൽ അല്പം മദ്യപിക്കുമെങ്കിലും യാതൊരു അസുഖവും ഇല്ല. പിന്നെ ഞങ്ങൾ തമ്മിലേ ഇച്ചിരി വഴക്കും മറ്റും ചള്ളംപൊട്ടും ഒക്കെ പറയുന്നെങ്കിലും എന്നോട് സ്നേഹത്തിന് കുറവൊന്നുമില്ല. ഇത് അങ്ങാരെ പറ്റിക്കാൻ ചെയ്ത ഒരു കാര്യമാ. എനിക്ക് അങ്ങാരും മതി. നിങ്ങൾ പിടിച്ചോ നിങ്ങളുടെ ഭർത്താവിനെ. പിന്നെ പങ്കജാക്ഷി അമ്മയ്ക്കേ ചേരൂ പപ്പുള്ള. ഇങ്ങോട്ട് വന്നേ, കൈ ഞാൻ പിടിച്ചു കൊടുക്കാം. ഞാൻ പോവാ. പങ്കു, എടി എനിക്കില്ലാത്ത അസുഖം മുഴുവൻ നീ എന്തിനാടി അവളോട് പറഞ്ഞു കേൾപ്പിച്ച? ഇനി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഈ പങ്കുവാ, അല്ല നിങ്ങളല്ല. മേലാൽ ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പോകുവാന്നും പറഞ്ഞോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മുട്ടുകാർ രണ്ടും തല്ലി ഒടിച്ചിട്ട് ഞാൻ തട്ടപ്പുറത്ത് ഇടും. ജോൺസൺ ചേട്ടാ, ചേച്ചിമാരെ നമുക്ക് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നേരെ നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. പ്രചോദേട്ടാ. ജോൺസൺ ചേട്ടാ, സെലിൻ ചേച്ചി, സുധ, ഹ്യൂമർ വളരെ കുറവായിട്ട് തോന്നി. നമുക്കിവിടെ ഹ്യൂമർ ആവശ്യമാണ്. നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളാണ്, ഇതിനു മുമ്പ് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ബെറ്റർ ആക്കണം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നല്ല സ്ക്രിപ്റ്റ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു പ്രചോദേട്ടാ. ഞാൻ ലൈവ് നിങ്ങളുടെ സ്കിറ്റൊന്നും കണ്ടിട്ടില്ല, എപ്പിസോഡിൽ കാണാറുണ്ടായിരുന്നു. കിടിലൻ ആർട്ടിസ്റ്റുകളാണ്. എന്തായാലും അതൊക്കെ സംഭവിക്കും, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇനി അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും കൗണ്ടറുകളും ഇതിനേക്കാളും അടിപൊളി സംഭവമായിട്ട് വരണം കേട്ടാ. പൊളി, ഓൾ ദ ബെസ്റ്റ്.
താങ്ക് യു ഇക്ക. ബിജുകുട്ടൻ ചേട്ടാ? എനിക്ക് തോന്നുന്നു തമാശയുടെ നല്ല കുറവുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, സെലിൻ ചേച്ചി ഇന്ന് ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 3 പേരും നല്ല വോളിയത്തിലും നല്ല പീക്കില് നല്ല പെർഫോമൻസ് ബേസിൽ നല്ല രസമുണ്ടായിരുന്നു 3 പേരും. ഈ പറഞ്ഞിട്ട് പരിഹാരം എന്ന് പറയുമ്പോൾ പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇയാളുടെ തലയിലാവുന്ന കാര്യങ്ങളും ഭാര്യ തന്നെ അതോട് വേറെ നുണ പറഞ്ഞു ഒഴിപ്പിക്കുക, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതിന് അകത്തുള്ള കൗണ്ടറുകൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പൊ 3 ജഡ്ജസും അഭിപ്രായങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി നേരെ മാർക്സിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. ഞാൻ ഒരു 3000 രൂപ. ഓക്കെ. ബിജുകുട്ടൻ ചേട്ടാ? ഞാൻ ഒട്ടും കുറക്കുന്നില്ല, 3000 രൂപ. ഓക്കെ, അപ്പം 6000 ആണ് ഇപ്പൊ മൊത്തമായിട്ടുള്ളത്. ഇനി ഇക്ക പിടിച്ചോ. 10,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല. ഒരുപാട് നല്ല കൗണ്ടറുകളും ഒരുപാട് നല്ല പഞ്ചസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ഒരുപാടധികം സ്കിറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.